നമ്മളുടെയൊക്കെ പ്രധാന പ്രശ്നം ക്രെഡിബിലിറ്റി ഉള്ളൊരു കമ്പനി ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ശരിയാണ്. ഇവിടെയാണ് 25 വർഷമായിട്ട് സക്സസ്ഫുൾ ജേണിയുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ഹിസ്റ്ററി ഉള്ള ഒരു കമ്പനി ഒരു പ്രോജക്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിലേക്ക് കടന്നു വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെല്ലാം കമ്പനി ഒരു പോർട്ട്ഫോളിയോ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് കമ്പനി കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഏതൊരു സാധാരണക്കാരനും ഏറ്റവും കുറഞ്ഞ ഒരു $50 വേണമെങ്കിലും ഒരാൾക്ക് ഇതിൻ്റെ ഭാഗമാകാം. അതായത് ഒരു 4500 രൂപ മുടക്കി ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നു വരുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മയ്ക്ക് മുകളിൽ ഒരു ലോങ് ടൈം കരിയറാണ് കമ്പനി ഇവിടെ ഒരു 8 രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇവിടെ അവൈലബിൾ ആണ്. അതിലൂടെയും വളരെ വലിയൊരു ഇൻകം ജനറേറ്റ്. എങ്ങനെയായെങ്കിലും ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെ അവർക്ക് നേടാൻ സാധിക്കും. കറക്റ്റ്. വർക്കൊക്കെ കഴിഞ്ഞു, ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ എവിടെയുള്ള ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആണോ? എന്താ ട്രേഡൊക്കെ അങ്ങനെ പോകുന്നടാ? ആ കുഴപ്പമില്ല, ലോസൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ ജീവിച്ചു പോണേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എടാ അന്നെ ഞാനിപ്പോൾ വിളിക്കേ. ഹായ് സാർ, ജിബിൻ സാറല്ലേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നത്? ആ ഓക്കെ. എന്നെ അറിയോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? യൂട്യൂബർ അല്ലേ? ആ അതെ അതെ. പേര് അഞ്ജലി എന്നാണ് പേര്, അറിയാലോ അല്ലേ? പിന്നെ എന്റെ കൈ ചെറിയ വണ്ടിയിൽ നിന്ന് ഒന്ന് വീണതാ. എൻ്റെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ്. അവർക്കൊക്കെ ട്രേഡിങ് അറിയുന്നവരുണ്ട്, അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുമോ? ഓ പിന്നെന്താ. ആണോ? നല്ലൊരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ. എന്നാൽ നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? പിന്നെന്താ. സാർ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മുഴുവനും ട്രേഡിംഗ് അറിയുന്നവരുണ്ട്, ട്രേഡിംഗ് അറിയാത്തവരുണ്ട്. ഇവർക്ക് ഒരുപോലെ നല്ല രീതിയിൽ ഏർണിങ്സ് കിട്ടണം. കാരണം വെച്ചാൽ കൂടുതൽ നമ്മളെ കസ്റ്റമേഴ്സൊക്കെ എന്താ പറയുക, സാധാരണക്കാരാണ്. അന്നന്ന് ജോലിക്ക് പോയി അന്നന്ന് സമ്പാദിക്കും, അതവിടെ കഴിയും. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു സമ്പാദ്യം വേണം. അതിനുള്ളൊരു വഴി, അതാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ട്രേഡിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ഒരു 90% ആൾക്കാർ ലൂസിലാണെന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ട്രേഡിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നത് പെട്ടെന്ന് വളരെ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പല വ്യക്തികളും കടന്നു വരുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ട്രേഡിംഗ് അറിയാവുന്നവർക്കും അറിയാൻ പാടില്ലാത്തവർക്കും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. 3C Assets എന്നാണ് കമ്പനിയുടെ പേര്. 3C Assets. ഓക്കേ. 3C എന്തിന്റെ ബേസ് ആയിട്ടാണ് ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്? ആക്ച്വലി ഈ കമ്പനി ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് 3 മാസമായിട്ടുള്ളൂ. ആണോ? ഇതിനോടകം തന്നെ ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിലും ട്രെൻഡിങ് ആയിട്ട് ഈ പ്രോജക്റ്റ് മാറിക്കഴിഞ്ഞു. കാരണം ഈ കമ്പനി അതിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് 25 വർഷമായി. 25 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റിലും അസറ്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് 3C. അതുകൊണ്ടാണ് ഇത്രയും സ്വീകാര്യത തോന്നിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററി അതോറിറ്റി ബോർഡായിട്ടുള്ള സെബി ലൈസൻസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കമ്പനിയുടെ പാരലൽ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ആണ് അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അല്ലേ? ഇതിന് പാരന്റൽ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടാണ് റിലേറ്റഡ് ആണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 3C Assets എന്ന് പറയുന്നത് ട്രേഡിങ്ങിൻ്റെ എല്ലാ മേഖലകളും കവർ ചെയ്തിട്ട് പ്രവർത്തിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അത് ക്രിപ്റ്റോ ട്രേഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, ഇക്വിറ്റി ട്രേഡിംഗ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽസ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനിയാണ് 3C Assets എന്ന് പറയുന്നത്. കമ്പനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊഫൈലാണ്. നമുക്കറിയാം ഇന്ന് ഈ ട്രേഡിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ മാർക്കറ്റിൽ വരുന്നത് പോലെ തന്നെ പല പ്രോജക്റ്റുകളും പോകുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ അപ്രത്യക്ഷമാകുന്നുണ്ട്. പല വ്യക്തികളുടെ ക്യാഷ് പോകുന്നുണ്ട്. ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന പല വ്യക്തികൾക്കും ഇതിന്റെ തിക്താനുഭവങ്ങൾ നേരിടുന്നുണ്ട്. പല പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു മേഖലയാണത്. ഇവിടെ നമ്മളുടെയൊക്കെ പ്രധാന പ്രശ്നം ക്രെഡിബിലിറ്റി ഉള്ളൊരു കമ്പനി ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ശരിയാണ്. ഇവിടെയാണ് 25 വർഷമായിട്ട് സക്സസ്ഫുൾ ജേണിയുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ഹിസ്റ്ററി ഉള്ളൊരു കമ്പനി ഒരു പ്രോജക്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, സ്ട്രെങ്ത് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഫൈലാണ്. ഈ കമ്പനിയുടെ ഫൗണ്ടർ, അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ഡോക്ടർ ബിനോയ് ജെ കാറ്റാടിയിൽ DSC എന്നാണ്.
ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്. മലയാളിയാണ് അല്ലേ? ഇപ്പൊ വലിയൊരു ഓപ്പർച്യൂണിറ്റി പറയാം, അതായത് വലിയൊരു പോസിറ്റീവ് തന്നെ അതാണ് അല്ലേ? കാരണം വെച്ചാൽ മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ആളുകളുണ്ട് പറഞ്ഞാലും നമുക്കത് നേരിട്ട് കാണാനോ മലയാളികളോ പലരും ആയിരിക്കും, അതൊന്നും നമുക്ക് കാണാനും കഴിയില്ല. ഇതിൽ നമ്മൾ പറയുന്ന മലയാളിയാണ് മുന്നിൽ തന്നെ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഒരു കമ്പനിയുടെ കഴിഞ്ഞ 25 വർഷത്തെ ഹിസ്റ്ററിയും ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന രീതിയിൽ വളരെ ഓപ്പൺ ആണ്. കമ്പനികൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ വെബ്സൈറ്റുകളിൽ കയറി അതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള അതിൻ്റെ പെർഫോമൻസ് എല്ലാം നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്ന നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇപ്പോൾ കമ്പനി ഉദ്ദേശിക്കുന്നത് എങ്ങനെ വളരെ ഫാസ്റ്റായിട്ടൊരു വേൾഡ് വൈഡ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതിനുള്ളൊരു ആൻസറാണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ പ്രൊഫൈലാണ് ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് ഞാൻ പറഞ്ഞു. കമ്പനിയുടെ ഫൗണ്ടറിൻ്റെ പ്രൊഫൈൽ നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPTയിൽ സെർച്ച് ചെയ്യാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റുകളിൽ ഒന്നാണ് മിസ്റ്റർ ഡോക്ടർ ബിനോജി കാറ്റാടി, DSc. 2 ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ്. ഒന്ന് മാക്രോ എക്കണോമിക്സിലാണ്, അടുത്തത് ഫിനാൻസിലാണ്. അതുപോലെ 3 പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്. ഒന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അടുത്തത് ഫിനാൻസിലാണ്, പിന്നെ ലോയിലും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ഹിസ്റ്ററികൾ നമുക്ക് പല കമ്പനികളുടെയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഫൗണ്ടറായിട്ടുള്ള കമ്പനികളുടെ ഹിസ്റ്ററി നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. മാത്രമല്ല, ഗവൺമെൻറ് തലത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് IBB ബോർഡിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു ഇദ്ദേഹം. അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ CMD, സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന CMD ബോർഡിൻ്റെ ലാസ്റ്റ് 3 years ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മേഖലയിൽ ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തി കൊണ്ടുവന്നിരിക്കുന്ന പ്രോജക്റ്റാണ്. നമുക്ക് ധൈര്യമായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാം. സാർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇത്രയും ഷുവറായിട്ട് ഈ ഒരു പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരായാലും സ്റ്റുഡൻസ് ആയാലും അങ്ങനത്തെ ഒരുപാട് വ്യക്തികളുണ്ട് നമ്മളെ ചാനൽ വഴി ഈ വീഡിയോസൊക്കെ കാണുന്നത്. പക്ഷെ അവർക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫണ്ട് ഉണ്ടാവില്ല, പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ അത്യാവശ്യം ഫണ്ടുള്ള വ്യക്തിയാണ്, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ ഒരു ബിസിനസ്സായിട്ട് ഇത് കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ള ഗുണങ്ങൾ? അഞ്ജലി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പല പ്രോജക്റ്റുകളിലും ഒന്നെങ്കിൽ ഫണ്ടുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റായിട്ട് പോകുന്നു. പക്ഷേ ഇവിടെ 2 രീതിയിൽ പ്രോജക്റ്റിന് നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നൊരു ഇൻവെസ്റ്ററായിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം, 2 ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷൻ എന്ന രീതിയിൽ ഈ പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്യാം. 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോൾ 3C അസറ്റ്സ് എന്ന് പറയുന്ന പ്രോജക്റ്റ് 3 ഇൻഡസ്ട്രികളുടെ ഒരു ബ്ലെൻഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, കമ്പനി ഉദ്ദേശിക്കുന്നത്, കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള 3C ബ്ലോക്ക് ചെയിൻ ഓൾറെഡി ലൈവാണ്. കമ്പനി ലോഞ്ച് ചെയ്ത സെയിം ടൈമിൽ തന്നെ കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3C എന്നാണ് കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ. 3C blockchain.io എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ യൂട്ടിലിറ്റിയൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ 3C ബ്ലോക്ക് ചെയിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കമ്പനിയെ ഫ്യൂച്ചറിലേക്ക് നയിക്കുക, ഇതാണ് കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് 3 ഇൻഡസ്ട്രിയാണ് കിട്ടുക. ഒന്ന്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലൂടെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്. 2, ഇതിലേക്ക് കടന്നു വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെല്ലാം കമ്പനി ഒരു പോർട്ട്ഫോളിയോ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് കമ്പനി കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിലേക്ക് കോടിക്കണക്കിന് രൂപ ക്യാപിറ്റലുള്ള വ്യക്തികൾക്ക് മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഏതൊരു സാധാരണക്കാരനും ഏറ്റവും കുറഞ്ഞ ഒരു $50 വേണമെങ്കിലും ഒരാൾക്ക് ഇതിൻ്റെ ഭാഗമാകാം. അതായത് ഒരു 4500 രൂപ മുടക്കി ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നു വരുന്നൊരു സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മയ്ക്ക് പോലും ഈ പ്രോജക്റ്റിൽ നിന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ വളരെ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അത് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. മാത്രമല്ല, ഒരു 8 രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇവിടെ അവൈലബിൾ ആണ്. അതിലൂടെയും വളരെ വലിയൊരു ഇൻകം ജനറേറ്റ്. എങ്ങനെയായെങ്കിലും ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെ അവർക്ക് നേടാൻ സാധിക്കും. കറക്റ്റ്. ഒരു ലോങ് ടൈം കരിയറാണ് കമ്പനി ഇവിടെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഓഫർ ചെയ്യുന്നത്. ഒരു ലോങ് ടൈം കരിയർ. അത് കമ്പനിയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള റോഡ് മാപ്പ് നമ്മളൊന്ന് പരിശോധിച്ചാൽ പോലും നമുക്ക് വ്യക്തമാണ്. വളരെ സൗണ്ടായിട്ടുള്ള കമ്പനിയുടെ പ്രൊഫൈലാണ്. കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ കമ്പനി ഓൾറെഡി കമ്പനിയുടെ ഡ്രീം വിൻ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്കിഡ്രോ പ്ലാറ്റ്ഫോം ഇവിടെ ഓൾറെഡി ലൈവാണ്. ഇനി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബിനാൻസ് പോലെയുള്ള എക്സ്ചേഞ്ച് 3C ബ്ലോക്ക് ചെയിനിൽ കമ്പനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഇ-കൊമേഴ്സ് പോർട്ടലുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു ബ്ലോക്ക് ചെയിനിൽ. ക്രിപ്റ്റോ വിസ ഡെബിറ്റ് കാർഡ് ഓൾറെഡി ബ്ലോക്ക് ചെയിനിൽ വിതിൻ മന്ത്സ് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. വളരെ വലിയ റെവല്യൂഷണറി പ്രോഡക്റ്റ് ആയിരിക്കും.
അതുപോലെ റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അസറ്റ് ടോക്കണൈസേഷനാണ്. ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലുള്ള ഫ്യൂച്ചറാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ കമ്പനിയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള പ്ലാനിങ്ങൾ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാകും ഇതിലേക്ക് കടന്നു വരുന്ന ഏതൊരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും, ഞാൻ പറഞ്ഞില്ല, ഒരു $50 മുടക്കി പോലും ഇതിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് വളരെ വലിയൊരു ബിഗ് ഫ്യൂച്ചറാണ് ഈ കമ്പനി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ധൈര്യമായിട്ട് ആർക്കും കടന്നു വരാം. ഇത്രയൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ 3C അസറ്റ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ 3C അസറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഈ ഒരു അവസരം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഇവർ തരുന്നതാണ് അല്ലേ സാർ? ഷുവറായിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. വെൽക്കം ടു 3C അസറ്റ്സ്, ഷേപ്പിംഗ് എ പ്രോസ്പെറസ് ഫ്യൂച്ചർ.